ഋഷിമാരുടെ നാടായതുകൊണ്ട് ഭാരതത്തിലെ ജനം വളരെ പെട്ടെന്ന് പ്രബുദ്ധരായി, വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നു. അതിനുശേഷം രൂപപ്പെട്ടാണ് ബ്രഹ്മമതം എന്ന് പറയുന്ന ഒരു ജനവിഭാഗം. ബ്രഹ്മമതം. വസ്ത്രത്തിൻ്റെ ഉപയോഗം പോലും അറിയാതെ വസ്ത്രം ഉടുക്കാത്ത ഡെന്യൂഡായിട്ട് നഗ്നരായ ഒരു ജനവിഭാഗം കൊണ്ടാണ് അമേരിക്ക അവർ അപ്പാഷെ എന്നാണ് വിളിക്കുന്നത്. അപ്പാഷെ ഹിന്ദുമതമാണ്. ഹിന്ദുമതം തന്നെ. പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഈ ഓം എന്ന ഇതിനെയാണ് നാദബ്രഹ്മം. ഈ നാദബ്രഹ്മത്തിൽ നിന്നാണ് ഈ 17-14 ലോകവും ഇന്നും നിലനിൽക്കുന്നതും ഉത്ഭവിക്കുന്നതുമല്ല. അപ്പോൾ ഈ ബ്രഹ്മമതത്തിൻ്റെ ആൾക്കാർ ഇപ്പോഴും ഭാരതത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ്. ഇപ്പോഴും അവരുടെ ആളുകളുണ്ട്. ഉണ്ട്. സ്വാമി നമസ്കാരം. നമസ്തേ. ഈ വിഗ്രഹാരാധന എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വിഗ്രഹാരാധനയ്ക്ക് മുമ്പ് ഇപ്പം തുടക്കം അവർക്ക് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ് ഇപ്പം വിഗ്രഹം വെച്ച് ആരാധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു പൂജാരീതികൾ എന്നൊക്കെ ഒരു തുടക്കം ഉണ്ടാവില്ല എല്ലാത്തിനും. അതെങ്ങനെയായിരുന്നു ഭാരതത്തിൽ? മനുഷ്യജീവൻ എന്നല്ല, ഒരു ജീവൻ്റെ ഉൽപ്പത്തി ഭാരതത്തിലാണ്. ലോകോൽപ്പത്തി മുതൽ ക്രമേണ ഇങ്ങനെ, അതായത് പ്രാകൃതമായ ആരാധനാക്രമങ്ങൾ ആണ് അന്ന് നിലവിലിരുന്നത്. മനുഷ്യൻ കൂടുതൽ സാംസ്കാരികമായ ഉന്നതി കൈവരിക്കുകയും പ്രബുദ്ധരാവുകയും തങ്ങൾ ആരാണ്, എന്തിനു വേണ്ടി ജനിച്ചു എന്ന ബൗദ്ധികമായ ചിന്തയിലേക്ക് ആളുകൾ വരികയും ചെയ്തപ്പോൾ അവർ പല വിധത്തിലുള്ള ആരാധനകൾ നടത്തിവന്നിരുന്നു. പക്ഷെ ജനം കൂടുതൽ പ്രബുദ്ധരായപ്പോൾ തങ്ങളുടെ ഈ ആരാധനാക്രമം തെറ്റാണെന്ന് മനസ്സിലാക്കുകയും. ഏതായിരുന്നു അന്നത്തെ ആരാധന രീതി? എന്തായിരുന്നു അന്നത്തെ ആരാധനാ രീതി എന്ന് പറഞ്ഞാൽ ഇത് വനങ്ങളിലും മറ്റുള്ള ഈ കാട്ടുദേവതമാരെയും ദുർദേവതമാരെയും ചാത്തൻ പോലുള്ള. അല്ല, ഈ ദുർദേവതയാണെന്നൊക്കെ അവർക്ക് അന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ സാധാരണ മനുഷ്യന്? അല്ല, അന്നത്തെ ജനങ്ങൾ പഠിപ്പും കാര്യങ്ങളും ഇല്ലാത്ത ചിന്താശക്തി ഉള്ളവരല്ലാത്തത് കൊണ്ട് കല്ലിനെയും കാണുന്നതിനെയും ഒക്കെ ആരാധിച്ചു പോന്നിരുന്നു. അതാണ് സത്യം. അവർക്ക് ഭൗതികമായി ഉണ്ണാനും ഉടുക്കാനും എന്തെങ്കിലും കിട്ടണം, അതിൽ കവിഞ്ഞ് വേറൊരു ചിന്തയില്ല. തങ്ങൾ പ്രബുദ്ധരായ ഒരു ജീവി വിഭാഗമാണെന്നും തങ്ങൾക്ക് പലതും നേടാനുണ്ടെന്നുള്ള ചിന്ത അന്നത്തെ ആളുകൾക്കില്ല. അല്ല, അന്ന് വസ്ത്രധാരണം പോലും ഇല്ല. ഈ പിന്നെ അതാണ് ഇന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വനങ്ങളിൽ ഒരു വിഭാഗം ജനമുണ്ട്. നമ്മുടെ പണ്ടത്തെ ഈ ഭാരതത്തിലെ ജനപ്പല വസ്ത്രത്തിൻ്റെ ഉപയോഗം പോലും അറിയാതെ വസ്ത്രം ഉടുക്കാത്ത ഡെന്യൂഡായിട്ട് നഗ്നരായ ഒരു ജനവിഭാഗം കൊണ്ടാണ് അമേരിക്ക അവർ അപ്പാഷെ എന്നാണ് വിളിക്കുന്നത്. അപ്പാഷെ എന്ന് വിളിക്കുന്ന ജനവിഭാഗമാണ് അമേരിക്കൻ വനാന്തരങ്ങളിൽ. അവർക്ക് ഇന്നും വസ്ത്രം ഉടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. മൃഗത്തെ പോലെ ജീവിക്കുകയാണ്. കിട്ടുന്നതൊക്കെ പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ല. പുറലോകമായിട്ടൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല, അവർക്ക് ആ പാചകം ചെയ്ത അന്നങ്ങളെക്കുറിച്ച് അഗ്നിയെക്കുറിച്ചൊന്നും അവർക്ക് ബോധമില്ല. അവർ പച്ച മാംസവും പച്ച പഴവർഗ്ഗങ്ങളും കാട്ടിൽ കിട്ടുന്നത് എന്തോ അത് ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവർ നരഭോജികളാണോ? അവർ അല്ല, നിഷ്കളങ്കരായ ആളുകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ബാഹ്യലോകവുമായി ബന്ധമില്ലാത്തത് കൊണ്ടും സാംസ്കാരികമായി ഒന്നും അറിയാത്തത് കൊണ്ടും അവരിങ്ങനെ ജീവിക്കുന്നു. ആക്ച്വലി വിശ്വാസമില്ല, പള്ളിയിൽ പോകണ്ട, അത് തന്നെ, ദൈവങ്ങളില്ല, ഒന്നുമില്ല ഇപ്പോഴും. അവരെ പ്രബുദ്ധരാക്കാൻ അമേരിക്കയിൽ പല പദ്ധതികളും നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. ആരും സഹകരിക്കില്ല. അവർക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി. ഒരു ഗോത്രം പോലെ അതാ, ഒരു പ്രത്യേക ഗോത്രവർഗമാണ്. അതാണ് അതിൻ്റെ കണക്ക്. അതുപോലെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആദ്യം. പക്ഷേ ഋഷിമാരുടെ നാടായതുകൊണ്ട് ഭാരതത്തിലെ ജനം വളരെ പെട്ടെന്ന് പ്രബുദ്ധരായി, വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നു. അതിനുശേഷം രൂപപ്പെട്ടാണ് ബ്രഹ്മമതം എന്ന് പറയുന്ന ഒരു ജനവിഭാഗം. ബ്രഹ്മമതം. പരബ്രഹ്മത്തെ ഉപാസനാമൂർത്തിയായി കണ്ടുകൊണ്ട് ജീവിച്ചു പോകുന്നത് എത്രയോ നൂറ്റാണ്ടുകൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്. വേറൊന്നും ചിന്തിക്കണ്ടല്ലോ. അവർക്ക് ബ്രഹ്മത്തെ മാത്രം, ജ്യോതിസിനെ മാത്രം. അന്ന് നിലവിളക്കിൽ ഇന്നത്തെ പോലെ 2 തിരി, 3 തിരി, 5 തിരി, 7 തിരി, ഭദ്രദീപം, ഐശ്വര്യദീപം എന്ന് ഒറ്റ ദീപം ബ്രഹ്മജ്യോതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വിളക്കിൽ ഒരു തിരിയിട്ട് കത്തിച്ച് അതിനെ ബ്രഹ്മജ്യോതിയായി സങ്കല്പിച്ചുകൊണ്ട്
ജപിക്കുകയും അത് ബ്രഹ്മം, ഓംകാരം. ബ്രഹ്മബീജം അന്നേ ഋഷിമാർ പല ഏടുകളിൽ ഒളിച്ചു വച്ചിരുന്ന ബ്രഹ്മബീജം, അതായത് ഓംകാരം അവർക്ക് വീണ് കിട്ടി. എങ്ങനെയോ കിട്ടി, അവരുടെ ഭാഗ്യം കൊണ്ട് അതിനെ ഉപാസിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് നെഗറ്റീവ് എനർജി സമൂഹത്തിലില്ല. തെറ്റായ ധാരണകളും തെറ്റായ സങ്കല്പങ്ങളും ദുഷ്കർമ്മ എന്ന് നമ്മളിന്ന് പറയുന്ന ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നുമില്ല. ഇല്ല. ബ്രഹ്മത്തെ മാത്രം സകലതും ബ്രഹ്മത്തിന് കീഴിലാണല്ലോ. അതെ. അപ്പം പിന്നെ ബ്രഹ്മത്തെ ഉപാസിക്കുന്ന ഒരാളിന് വേറൊന്നും ചിന്തിക്കേണ്ട. ഏറ്റവും നല്ലൊരു ധന്യമായ ജീവിതം നയിച്ചു വന്നിരുന്നവരാണ് അവരെന്നാണ്. പിന്നെ എന്താ പെട്ടെന്ന് അവർ ആ ഒരു അല്ല, അത് അണ്ടകടാകം മുഴുവനും നിറഞ്ഞിരിക്കുന്നതാണ് ബ്രഹ്മം. നമുക്കറിയാമല്ലോ, 27-14 ലോകത്തിന് ഒരേ വിധത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം. ബ്രഹ്മചൈതന്യം ഭൂമിയിലുള്ളത് കൊണ്ടാണ് നമ്മുടെ നേത്രങ്ങൾക്ക് പ്രകൃതിയെ കാണാൻ കഴിയുന്നത്. ആ ചൈതന്യം നമ്മുടെ കണ്ണുമായി സംയോജിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി ദൃശ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ എളുപ്പമാണ്. അതിനെ മാത്രം ഉപാസിച്ചാൽ മതി. എങ്ങനെയോ ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെ ഒരു ചെറിയ മനുഷ്യ മനസ്സുകൊണ്ട് അതിനെ സങ്കല്പിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്നീട് വന്ന ആചാര്യന്മാരെ കണ്ടെത്തിയതാണ്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മത്തെ എന്ത് ചെയ്യുക, ശിലാരൂപങ്ങളിൽ ഈശ്വരൻ്റെ സ്വരൂപം നിർമ്മിച്ചിട്ട് ആ സ്വരൂപത്തിലേക്ക് ബ്രഹ്മചൈതന്യത്തെ ആവാഹിക്കുക. ആവാഹന മന്ത്രം തന്നെ ഉണ്ട്, അത് താന്ത്രികമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ആ ബ്രഹ്മചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുമ്പോൾ ഈ ആവാഹിക്കുന്ന ആളെ തന്ത്രി എന്നാണല്ലോ പറയുന്നത്. ആ തന്ത്രമുഖ്യൻ ഒരു പ്രതിജ്ഞ എടുക്കും. മറ്റൊന്നുമല്ല, പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന അല്ലയോ ബ്രഹ്മജ്യോതിഷേ, അവിടുത്തെ മകനീയ സാന്നിധ്യം ഈ ശിലാരൂപത്തിൽ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് ന്യൂനത വരാതെ, അങ്ങയ്ക്ക് കുറവൊന്നും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിനാണ് പൂജാരിമാർ വിശുദ്ധിയോടുകൂടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 2 നേരം പൂജ ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഈ ബിംബചൈതന്യം വർദ്ധിപ്പിക്കാനാണ്. കാരണം ഭക്തജനങ്ങൾ ഈ ബിംബത്തിൽ നിന്ന്, നടയിൽ നിന്ന് തൊഴുന്ന ഭക്തജനങ്ങളുടെ ശരീരത്തിലേക്ക് വിഗ്രഹത്തിൽ നിന്നുള്ള ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അവിടെ കുറവ് വരുമല്ലോ. കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ്, ന്യൂനത വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി പ്രണവ മന്ത്രമായ ഓംകാരവും ചൊല്ലി അതിനനുബന്ധിച്ച് വിഗ്രഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ദേവി അല്ലെങ്കിൽ ദേവൻ്റെ മന്ത്രവും ചൊല്ലി അവിടെ ഉറപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ ബ്രഹ്മമതം ഇല്ലാതായത്? ബ്രഹ്മമതം ഇപ്പോഴും പലയിടത്തും ഉണ്ട് ബ്രഹ്മത്തെ മാത്രം ഉപാസിക്കുന്നവർ. പൂർണ്ണമായി അത് ഹിന്ദുമതം പോലെ ഒരു മതമായിരുന്നു. ഹിന്ദുമതമാണ്, ഹിന്ദുമതം തന്നെ. ഈ ബ്രഹ്മോപാസന, നമ്മളിപ്പം ഓം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം ബ്രഹ്മബീജമാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഈ ഓം എന്ന ഇതിനെയാണ് നാദബ്രഹ്മം എന്ന് പുരാണങ്ങൾ ഉപനിഷത്തും പറയുന്നത്. ഈ നാദബ്രഹ്മത്തിൽ നിന്നാണ് ഈ 27-14 ലോകവും ഇന്നും നിലനിൽക്കുന്നതും നശിക്കുന്നതും ഉത്ഭവിക്കുന്നതുമല്ല. ബ്രഹ്മമതം എന്നുള്ളൊരു മതം ഇപ്പോഴുണ്ടോ? നിലവിൽ അപൂർവമായിട്ടേ ഉള്ളൂ, പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അത് വളരാത്തത്? ഈ ശിലാരൂപം കൊണ്ടുവന്ന ഒരു രൂപത്തിലേക്ക് ബ്രഹ്മത്തെ ആവാഹിക്കുന്ന രീതി കൊണ്ടുവന്നപ്പോൾ ആളുകൾക്ക് ആരാധന എളുപ്പമായി. ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു വിളന്ന ഒരു ചൈതന്യത്തെ എങ്ങനെ ഒരു മനുഷ്യൻ മനസ്സിൽ സങ്കല്പിക്കും? അതത്ര എളുപ്പമല്ല. ഇപ്പം നമ്മളൊരു ടെറസ് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി അടിയിൽ ഊന്ന് കൊടുത്തിട്ടാണല്ലോ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ നിറച്ച് ബലപ്പിക്കുന്നത്. അത് ബലത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. ഇതങ്ങ് മാറ്റും. ഈ സപ്പോർട്ടിങ് പില്ലറെല്ലാം മാറ്റും. അതുപോലെയാണ് ഈശ്വര വിശ്വാസം. അതായത് നമ്മുടെ മനസ്സിൽ ഈശ്വരനെ ചൈതന്യ രൂപത്തിൽ സങ്കല്പിക്കണമെങ്കിലും ഒരു രൂപം വേണം. ആ രൂപത്തിനാണ് ആചാര്യന്മാർ ഈ ദേവിമാരുടെയും ദേവന്മാരുടെയും വിഗ്രഹങ്ങളിൽ ബ്രഹ്മചൈതന്യം ആവാഹിച്ച് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചത്. അതായത് വിഗ്രഹാരാധന വന്നപ്പോൾ അത് സുഗമമായ ഒരു ആരാധന ആണെന്ന് മനസ്സിലാക്കുകയും ക്രമേണ ബ്രഹ്മ ഉപാസനയുടെ ആളുകൾ കുറഞ്ഞു വരികയും ചെയ്തു. അന്ന് അതിന് വിളിച്ചിരുന്ന പേര് ബ്രഹ്മമതം എന്നാണ്.
ബ്രഹ്മമതം ആ, എന്നാണ്. ആ എന്ന് മതം തന്നെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ മതം ഇപ്പം ഇല്ല. മതമില്ല, ആ മതമില്ല. പക്ഷേ ഇല്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല. കാരണം ആ സങ്കല്പത്തിൽ നിന്നാണല്ലോ വിഗ്രഹങ്ങൾ വരുന്നതും വിഗ്രഹ ആരാധന വരുന്നതും. ഇന്നും അന്നത്തെ ജനങ്ങൾ ഉപാസിച്ചിരുന്ന ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ഓം എന്ന ബ്രഹ്മബീജമാണ്. അപ്പോൾ ഈ ബ്രഹ്മമതത്തിൻ്റെ ആൾക്കാർ ഇപ്പോഴും ഭാരതത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ്. വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ബ്രഹ്മത്തെ മാത്രം ഉപാസിക്കുന്നവരുണ്ട്. അപ്പം ആ മതം പൂർണ്ണമായി നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും അവരുടെ ആളുകളുണ്ട്. ഉണ്ട്. ബ്രഹ്മോപാസകർ വളരെ അധികം ആളുകൾ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. അവർ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്. അപ്പോൾ അവർ ബ്രഹ്മമതക്കാരാണ്, ബ്രഹ്മമതക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വേറൊരു കാര്യം അങ്ങ് മറക്കരുത്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഓം ഉരുക്കഴിക്കാതെ ഏതെങ്കിലും ഒരു മന്ത്രമുണ്ടോ? ഓമും സ്വാഹയും ഇല്ലാതെ മന്ത്രമുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. മറുചോദ്യം ചോദിച്ച് അങ്ങേ കുഴപ്പിക്കുകയല്ല ഞാൻ. എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അതെ, ഈ അത്തരത്തിലൊരു മതമല്ലേ ബ്രഹ്മമതം? തീർച്ചയായും ബ്രഹ്മമതം ഉണ്ട് ഇപ്പോഴും. അത് തന്നെ അതെ. പക്ഷേ അതിനെ ഉപാസിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായും മാറ്റാൻ പറ്റൂല. അതല്ലേ പറഞ്ഞു. സർട്ടിഫിക്കറ്റിലൊക്കെ അങ്ങനെ ഒരു മതമാണോ? സർട്ടിഫിക്കറ്റ് ഹിന്ദു മതം, അതുപോലെ ബ്രഹ്മമതം എന്നും വേണ്ട സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്താറുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, അത് പറ്റൂലല്ലോ. അങ്ങനെ ഒരു പ്രത്യേക ജനവിഭാഗം ഇല്ല. പലയിടത്താട്ട് ചിതറിക്കിടക്കുന്നവരും ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മമതം തന്നെയാണ് ഹിന്ദുമതം. അങ്ങനെ തന്നെ നമ്മൾ കരുതണം. കാരണം ഓം എന്ന ബ്രഹ്മബീജം ഇല്ലാതെ ഒരു മന്ത്രവും ഇല്ല. ഏത് മന്ത്രത്തിന് മുന്നിലും പ്രപഞ്ചത്തിലാകമാനം നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ ബീജമായ ഓംകാരം ജപിക്കുന്നു. ഓം കഴിഞ്ഞതിന് ശേഷമേ ഏതാണോ മൂർത്തി, ആ മൂർത്തിയുടെ മന്ത്രം ചൊല്ലുന്നുള്ളൂ. അപ്പോൾ മൂർത്തിയുടെ മന്ത്രത്തിന് ശക്തി പകരുന്നത് ആര്? ഓംകാരമാണ്.